വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ 3Dയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മളെ സൂപ്ര എടുത്ത് നമ്മൾ കളർ അടിക്കാനും കൊണ്ടുപോകണം. ഇന്ന് കുറേ പരിപാടികളുണ്ട്. നമ്മളിന്ന് ജുറാസിക് പാർക്കിലോട്ട് ടെസ്റ്റ് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ സൂപ്ര പെയിൻ്റ് അടിക്കാനും കൊടുക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് അതിനായിട്ട് ഞാൻ എന്താ സൂപ്ര അടിക്കാനാണ് നമ്മളെ ഗരേജ് വന്നത്. സൈഡിലായിരുന്നു ഡോറ്. ഗൈസ് ഈ സൈഡിൽ തന്നെ നമ്മളൊരു നല്ലൊരു ഏതെങ്കിലും റയർ പെയിൻ്റാണ് അടിക്കുന്നത്. എത്ര പൈസ ആയാലും കുഴപ്പമില്ല ഗൈസ്. നമ്മളെ സൂപ്രയ്ക്ക് വേണ്ടി പെയിൻ്റ് അടിക്കാനല്ലേ, നമ്മൾ എത്ര പൈസ ആണെങ്കിലും മുടക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിത് വണ്ടിയും കൊണ്ട് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തട്ടിക്കാതെ തന്നെ മാക്സിമം ഓടിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എന്താ നേരെ തട്ടിക്കാതെ തന്നെ വണ്ടി ഓടിച്ച് ഷോറൂമിൽ എത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഗൈസ് അതിനിടെ നമ്മളിതാ നേരെ ഷോറൂമിലോട്ട് എൻ്റെ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കിണ്ണം വണ്ടിയാണ്, കിണ്ണം വണ്ടി സൂപ്പർ. ഷോറൂമിൽ ഇതിന് പെയിൻ്റ് അടിക്കാൻ പോകണം. അതിൽ പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്തല്ലേ നമുക്ക് പോകാനുള്ള. ഷോറൂമിൻ്റെ 7 അയലത്ത് നമുക്ക് വെക്കൂടായി. പോയാൽ ഉടമസ്ഥൻ്റെ തല്ലും വാങ്ങിക്കാം ഗൈസ്. അപ്പം അങ്ങേര് ഷോറൂമൊക്കെ വിറ്റിട്ട് പോയി ഗൈസ്. നമ്മൾ വണ്ടി എടുത്തതോടെ ഇതാണ് നമ്മളെ അടുത്തുള്ളൊരു പ്രഭാകരൻ്റെ വീടാണ് ഗൈസ്. നമ്മളെ പ്രഭാകരൻ മെക്കാനിക്കിൻ്റെ. നമുക്കിവിടെ വണ്ടി ഇട്ടയ്യ പ്രഭാകരൻ വണ്ടി ശരിയാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രഭാകരൻ്റെ വണ്ടിയുടെ ബൈക്ക് കിടപ്പുണ്ട്, അതെടുത്തിട്ട് നമുക്ക് വീട്ടിൽ. ഗൈസ് നമ്മളെ പ്രഭാകരൻ്റെ വണ്ടി അപ്പുറത്തെ വീട്ടിലെ ഗരാജിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിരുന്നു പ്രഭാകരൻ. ഇതാണ് ഗൈസ് ഒരു ബ്ലാക്ക് കളർ ഡ്യൂക്കാണ്. നമുക്ക് നേരെ ഈ ബ്ലാക്ക് കളർ ഡ്യൂക്കൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പ്രഭാകരൻ നമ്മൾ വിളിക്കണം. പക്ഷേ നമുക്ക് പോയി ഒരു ജുറാസിക് പാർക്കിലത്തേക്ക് ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെക്കാം ഗൈസ്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നില്ലാത്തൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു ഗൈസ്. ഒരു ടിക്കറ്റിന് 6000 രൂപയാണ്. നമ്മളെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ഗൈസ്. ടിക്കറ്റ് ടിക്കറ്റ് എടുക്കും. നമുക്ക് ഇങ്ങേരുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചിട്ടാണ് ഗൈസ്. അതിനടുത്ത് നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ നേരെ വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറപ്പിച്ചൊക്കെ പിന്നെ പോകുന്നുണ്ട് വണ്ടിയിൽ. പ്രഭാകരൻ്റെ കോളും വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ആ പറഞ്ഞപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർത്തത്. നമ്മൾ പുതിയ ഫോൺ എടുത്ത ഗൈസ്. നമ്മൾ iPhone 13 മഞ്ഞ കളറാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിക്ക് പ്രഭാകരൻ കളർ മാറ്റിയിട്ടില്ല ഗൈസ്. നമ്മൾ പിന്നെ പുതിയ ഫോണൊക്കെ എടുത്ത് ഗൈസ്. ഐഫോണാണ്. എത്ര പേർക്ക് നമ്മളെ മൊബൈൽ ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എടുത്തിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ചെയ്യണം ജുറാസിക്. ബാക്കി അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു. ഇനി നമുക്ക് നേരെ പ്രഭാകരൻ പ്രഭാകരൻ വണ്ടിയുടെ കളർ മാറ്റി ഇടാ പോയി. ഒക്കെ 2 റൗണ്ട് കൂടി വണ്ടി ഓടിച്ചിട്ട് വരാം ഡ്യൂക്ക്. ഇത് നമ്മൾ പറഞ്ഞു തരുന്നതിന് ഒന്നുകൂടെ പറഞ്ഞു ഫോൺ എടുത്തെന്നുള്ളത് അതെന്തരാവട്ട്. അപ്പോൾ ഗൈസ് നമ്മളതാ നേരെ വണ്ടി എടുത്ത് വിട്ടോണ്ടിരിക്കണം. നമ്മളെ പ്രഭാകരൻ ശരിയാക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് റൗണ്ട് അടിക്കാം. iPhone 11 ആണ് ഗൈസ്. 11 13 എന്ന് പറഞ്ഞു 11 ആണ് എടുത്തത്. നമുക്ക് ഇവിടെ പ്രഭാകരൻ്റെ കോൾ വരുമ്പോൾ കാത്തിരിക്കും ഗൈസ്. നമ്മൾ പ്രഭാകരൻ്റെ പ്രത്യേകം പറഞ്ഞ് അടിപ്പിച്ചൊരു കളർ വണ്ടിയാണ് നമ്മൾ കാണിച്ചു തരാം. സെറ്റ് വണ്ടിയല്ലേ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഗൈസ്. ഇതേതൊരു കൂടിയ കളറാണ് ഗൈസ്. നമ്മൾ നല്ല പൈസ പോയി. ഒരു 20 ലക്ഷം രൂപയായി ഒരു കളർ അടിക്കുന്നതിന്. ഇത് എവിടെ നിന്നാണ് ടോപ്പ് കളർ കൊണ്ടുവന്നതാണ് ഗൈസ്. കളർ മാറിക്കൊണ്ടിരിക്കുക. കളർ ചേഞ്ചിങ് സൂപ്ര. നമ്മളെ വേൾഡിൽ തന്നെ കളർ ചേഞ്ചിങ് സൂപ്ര ആദ്യമായിട്ട്. നല്ല പൈസ പോകും ഗൈസ് കളർ ചേഞ്ചിങ് കളർ ഇട്ടേന്. നമ്മൾ ഇത് സെറ്റ് കളറും കാര്യങ്ങളും ആണ്. ഈ വണ്ടി നമുക്ക് ഗാരേജിൽ കയറ്റിയിടാം ഗൈസ്. ഇതിനിപ്പോൾ ആർക്ക് വിചാരിച്ചാലും വണ്ടിയുടെ കളർ എടുക്കാൻ പറ്റൂല. അമ്മാതിരി വിലയില്ലേ ഈ വണ്ടിയുടെ കളറിൽ. ആരെങ്കിലും ചുരൻ്റെ എടുത്തുകൊണ്ട് പോകാൻ നോക്കിയാൽ നമ്മൾ 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്ന് ചുരൻ്റെ എടുത്തുകൊണ്ട് പോകാൻ നോക്കിയാൽ അന്നേ ചുരൻ്റെ എടുക്കും. നമ്മൾ പോലീസിൽ കേസ് കൊടുക്കും.
ആരാണെന്നും ഞാൻ നോക്കില്ല, ഞാൻ പിടിച്ച് കേസ് കൊടുക്കും. എത്രയുള്ള 20 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അടിച്ചത് വെറുതെയാണോ ഗേസ്? ഇതാ നമുക്ക് മാത്രമേ ഇപ്പം ഈ സിറ്റിയിൽ ഇതൊക്കെ ഉള്ളു, ഇങ്ങനത്തെ വണ്ടിയൊക്കെ. ആർത്താർ നല്ല പേര്. അങ്ങനിപ്പോൾ കയറും ഇനിയിപ്പോൾ ഇതിലോട്ട്. മഹീന്ദ്ര താർ ചതിച്ചു. താറിലോട്ട് കയറണമെങ്കിൽ വേറൊരു കള്ള വഴി ഞാൻ കണ്ടുപിടിച്ചേ. കള്ളവഴി എന്ന് വെച്ചാൽ പക്ക കള്ളവഴി, അതിലൊന്ന് കയറാൻ പറ്റാത്തതിന് നമുക്ക് താറിലൊന്ന് കയറിട്ട് കാണാമെങ്കിൽ. അങ്ങനെ കേസ് ഞാൻ ഒരുവിധം താറൊക്കെ എടുത്ത് ഇറങ്ങി. കേസ് നമ്മളെ ചെറുക്കൻ്റെ കടന്ന് വെട്ടി തളകിടും. കണ്ടിട്ട് മനുഷ്യന് ഇത് സന്തോഷം വരുന്നു. 20 ലക്ഷം രൂപയ്ക്ക് അടിച്ചല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് SP അടിക്കുന്നുണ്ട്, അന്നായിരുന്നു നോക്കേണ്ട കാര്യമില്ല. നമ്മൾ താറെടുത്തിട്ടാണ് പോകുന്നത്. ഫുൾ ഓഫ് റോഡ് അടിക്കുക. താറിൻ്റെ അണ്ടർ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റൊക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് അണ്ടർ വാട്ടർ ടെസ്റ്റൊക്കെ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചാണ് ഗൈസ്. ഇപ്പം ഗൈസ് ഡോർ ഇളക്കി കളഞ്ഞ താറ് വാങ്ങിക്കൊണ്ട് വന്നില്ല, ഇടിച്ച് തന്നെ 2 ഡോറും പോയി. മിസൈലൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഡൈനോല്ലേ വരാൻ പോണ. അപ്പോൾ ഗൈസ് ഞാൻ പറപ്പിക്കുകയാണ് നമ്മളെ വണ്ടികൾ കൊണ്ട്. സിൻഡളിയാ പേടിക്കേണ്ടി വരും. ദാമോദര ഡൈനോസറിൻ്റെ മുട്ട കണ്ടാൽ നമ്മളെ കൂട്ട് മാറണം. പ്രഭാകരനെ കൂടെ കൊണ്ടുവരാളായിരുന്നു. വേസ്റ്റായ അവനും കൂടെ വേസ്റ്റ് ആവട്ടെ. ഇത് നമ്മൾ വേസ്റ്റ് ആകുമ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പാണ്. എല്ലാവരും ഇനി തൊട്ട് ഓർത്ത് വെച്ചേക്കണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ. ഈ മുട്ട എടുത്തോണ്ട് വീട്ടിൽ പോയാൽ പക്ഷെ മുട്ട എടുത്ത് മറിച്ചിട്ട് നല്ല പൈസ ഇട്ടു ഗൈസ്. ഇട്ടുണ്ട് വണ്ടിയിട്ട ഇവിടെ ഡൈനോസർ ജനിക്കണ്ട തേരിത് മാറുന്നുമില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഡൈനോസറിനെ പിടിച്ചോണ്ട് വീട്ടിൽ പോവാം. ഒരു ഐഡിയ ചെയ്യാം ഗൈസ്. നമുക്ക് ലോറി വിളിക്കാം, എന്നിട്ട് നമ്മളെ സാറ് വിടിയിടാം. ഡൈനോസറിനെ കാണണമെങ്കിൽ പിടിച്ചോണ്ട് വീട്ടിൽ പോയാൽ പോരെ. അതുകൊണ്ട് എൻ്റെ ബുദ്ധി ലോറി വിളിക്കാം ഗൈസ്. ആദ്യം ഗൈസ് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഗൈസ്. എത്ര ഡൈനോസർ ഗൈസാണ് പോണത്. നമുക്കെല്ലാം ഒരുത്തനെ പിടിക്കാൻ ഗൈസ്. ഞാൻ ലോറിയിലാണ് നിൽക്കുന്നത് ഗൈസ്. അതിനിടയ്ക്ക് നമ്മളെ പ്രഭാകരൻ ലോറിയൊക്കെ കൊണ്ടുവന്ന് ഗൈസ് നമുക്ക് ആ ഡൈനോസറിനെ അതിന് വെടി വെച്ച് അങ്ങ് പിടിക്കാം ഗൈസ്. പിടിച്ചിട്ട് കാണാം ഗൈസ്. പിടിച്ച് വണ്ടിയിലേക്ക് ഈ ഒരു ഡൈനോസറിൻ്റെ ഒരു കണ്ണൊക്കെ ഞാൻ പിടിച്ച് പൊട്ടിച്ചു ഗൈസ്. ഇത്രയേ ഉള്ളൂ. അത് നമ്മളെ മറ്റേ അവന്മാരുതോ അവിടെ നിൽപ്പുണ്ട്. അവന് 4 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. ഒരുത്തനെ അങ്ങ് നിൽക്കുന്നു. അവനിൽ ഒരുത്തനെയാണ് നമ്മൾ പിടിച്ചത്. ഇവിടെ നിന്നമാരിൽ ഇങ്ങനെ ഇടാ ഗൈസ്. അവൻ്റെ ചേർക്ക് നെഞ്ചത്ത് പോയി കൊള്ളുന്നില്ലല്ലോ. ഉണ്ടായിരം കൊള്ളടാ കൊള്ളടാ ഇറക്കാ. എന്ത് കൊള്ളണ്ടെന്ന കൊല്ല തലയിടിച്ച് തറയും. കുരുത്തം കെട്ടോനെ, നിനക്ക് എന്താ തറയിടിച്ച് വീഴല് ഇത്ര കൂടുതൽ. താറവിടെ കിടക്കട്ടെ. താറിന് നമുക്ക് പ്രഭാകരന് വിടാം. അവനാണ് ധൈര്യമുള്ളവനാണ്. നമ്മൾ പ്രഭാകരൻ എടുത്തിട്ട് വരും. എന്തിന് ഡൈനോസറേ മോനെ എന്തെറ്റി കളിക്കില്ലേ നീ? എൻ്റെ വണ്ടിയിൽ കയറുവാ. ഡൈനോസർ ഇറങ്ങിപ്പോവാൻ നോക്കണ കള്ളായി. ഡാഡാ ചെറുക്കാ നീ എന്താ ഇറങ്ങണ? വണ്ടി ഇറങ്ങി അടിയിട്ട് ഡൈനോസറെ കുരുട്ടെ. ഈ പണ്ടാരക്കാലിൽ വെളിയിറങ്ങില്ല. ഇതിനെ കൊണ്ടൊരു വിധം വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ പ്രഭാകരൻ്റെ വീട് കണ്ടപ്പോൾ അവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് വന്നാൽ എൻ്റെ ബൈക്ക് കിടക്കണേ. ഇത് നമ്മൾ വേറൊരു പൊട്ട ഡൈനോസർ ഗൈസ്. നമ്മളെ മറ്റേ ഡൈനോസർ അവിടെ ഉണ്ട്. ഇത് ഏത് ഡൈനോസർ നേട്ടോ നിങ്ങൾ തന്നെ ഇട്ടു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡമ്മി ഡൈനോസറിനെ വാങ്ങിച്ച ഗൈസിനെ. ആ പൊട്ട ഡൈനോസർ ആണെങ്കിൽ അങ്ങോട്ട് കയറുന്നില്ല. ലാസ്റ്റ് ഞാൻ ഒന്നും നോക്കിയില്ല. ഡമ്മി ഡൈനോസറിനെ പ്രഭാകരൻ്റെ കൊണ്ട് ഇടിയിപ്പിച്ച് പ്രഭാകരൻ ഓടി ആ റൂമിൽ കയറി. അപ്പോൾ ഡൈനോസർ ഓടി ഞങ്ങൾക്ക് ഇവിടെ കയറി.
ഞാൻ ആരും പോവാൻ ഞാൻ റൂമിൻ്റെ അകത്താക്കി ഡൈനോസറിന്. അപ്പം അതിന് ഇറങ്ങാൻ പറ്റുന്നില്ല പണ്ടായിരത്തിൽ. ആ കേസ് ആ ഡ്രസ്സാണ്. ഒരു ഡ്രസ്സ് ഇതോ അവിടെയും കിടപ്പുണ്ട്. 2 ഡ്രസ്സ് എടുത്ത് ഒന്ന് ഞാനും കൂടി ഇടാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടിട്ടില്ല. എനിക്ക് ഡൈനോസറിൻ്റെ കടി കൊള്ളാൻ കൊള്ളണമെങ്കിൽ അവൻ കൊള്ളട്ട്. പ്രഭാകരൻ്റെ ബൈക്കിരിക്കുന്ന പ്രഭാകരൻ ലോറിയും കൊണ്ട് പോയി കേസ്. ഒരിടുപ്പ് അവിടെ ഇട്ട് ഒരിടുപ്പ് ഇവിടെ ഇട്ട്. ആ മണ്ടൻ ഡൈനോസർ ഇതോ അവിടെ നിൽക്കുന്നു. നിൽക്കുന്നു സാധനത്തിന് ഞാൻ ഇപ്പം ഈ സാധനത്തിന് മണ്ടലൊക്കെ ഞാൻ കയറിയിരിക്കും കേസ് സിമ്പിളായിട്ട്. ടാൻ 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 ഗേസ് നമ്മളെ ഫോണ് മാറ്റണം ഗേസ്. മഞ്ഞ കളർ ഐഫോൺ കൊള്ളത്തില്ല. ഒരു ബ്ലൂ ഫോൺ വാങ്ങണം. ബ്ലൂ ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം എൻ്റെ ഇതിൻ്റെ അത് ഡ്രോയറിൽ ഒരു ബ്ലൂ ഫോൺ ഇരിപ്പുണ്ട്. ആണ് ഞാൻ ബ്ലൂ ഫോൺ നമുക്ക് ആ ഫോൺ എടുക്കണം ഗേസ്. ഈ ഡ്രോയറിൽ നിന്ന് നമുക്ക് ഇനി ആ ഫോണൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ കിട്ടി ഗായ്സ്. മൊബൈൽ കിട്ടി. പൊള്ളി മൊബൈലല്ലേ ബ്ലൂ ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ മൊബൈലിൻ്റെ കളറായിട്ടുള്ള ട്രിക്ക് തന്നെ അതെങ്ങനെയും ഞാൻ പറഞ്ഞില്ല. നമ്മളെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആവാറായി, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത്രയും നമ്മളെ സ്റ്റോറി പോലെയാണ് കളിച്ച്. ഇപ്പോൾ നമ്മൾ ആ സ്റ്റോറിയിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനി നമ്മൾ ആ ട്രിക്ക് കാണിച്ചത് നമ്മൾ RG സ്റ്റൂൾ ഉണ്ടല്ലോ, RG സ്റ്റൂളിൽ പോവുക. പിന്നെ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെയാണ് കളറിൻ്റെ സ്പെല്ലിങ് അടിക്കാനുള്ളത്. കറക്റ്റ് സ്പെല്ലിങ് അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല കൈസ്. ഇതേപോലെ കറക്റ്റ് കളറൊന്നും അടിച്ചാൽ കിട്ടൂല. ആ ഒരു യു അങ്ങ് മാറ്റിയിട്ട് അവിടെ ആറിട്ട് കൊടുക്കണം. പിന്നെ ഞാനിപ്പോൾ യെല്ലോ കളറാണ് ഇടുന്നത്. യെല്ലോ ടു എന്നിട്ട് നമ്മൾ RG സ്റ്റൂളിൽ ടിക്ക് കൊടുക്കണം. എന്താ എഴുതി കാണിക്കും ഫോൺ കളർ യെല്ലോ. നമ്മൾ യെല്ലോ ഐഫോൺ. ഇത് നമ്മൾ RGB സൂപ്പർ സെറ്റപ്പ്. ഈ RGB സൂപ്പർ ഞാൻ ഇടിച്ചൊന്നുമില്ല. നമ്മളെ ഫേവറേറ്റ് സൂപ്പറായി. നമുക്ക് സത്യത്തിൽ ഇതിന് 20 ലക്ഷം പോയി ഗൈസ്. ചുമ്മാ 20 ലക്ഷം ഒന്നും പോയില്ല. സത്യത്തിൽ ജസ്റ്റ് ഒരു 10 ലാക്സ് 10 ലക്ഷമേ പോയുള്ളൂ. ഒരു 10 ഞാൻ ചുമ്മാ കൂട്ടി പറഞ്ഞ ഒരു മനസ്സുക ഗൈസ്. എനിവേ ഞാൻ പോകുന്നു. ബൈ.